ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ കടല. ഈ കടല നമുക്ക് ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കടലയാണല്ലോ അല്ലേ. ബ്രേക്ക്ഫാസ്റ്റിന് മിക്ക ദിവസങ്ങളിലും ഇതായിരിക്കും നമ്മുടെ കറി. എന്നാൽ ചിലപ്പോൾ പലർക്കും പറ്റാറുള്ള ഒരു അബദ്ധമാണ് രാത്രിയിൽ ചിലപ്പോൾ നമുക്കിത് പുതിർത്തിടാൻ മറന്നുപോകും. അപ്പോൾ രാവിലെ ഇത് വേവിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ നമ്മുടെ കാസറോളിൽ കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് ഏകദേശം ഒരു 1-2 മണിക്കൂറിലൊക്കെ കുതിർത്ത് കഴിഞ്ഞാൽ കടല കുറച്ചുകൂടി വെന്ത് കിട്ടുമെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ടിപ്പാണ് നമുക്ക് കാസറോളിൽ ഒഴിക്കുന്നതിന് പകരം നമ്മുടെ വെളിച്ചെണ്ണ കേട്ടോ. വെളിച്ചെണ്ണ ഒരല്പം നമ്മുടെ കടലയിൽ ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് ഇതുപോലെ കൈകൾ തന്നെ നന്നായി ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം ഈ കടല നിങ്ങൾ കുക്കറിലിട്ട് വിസിൽ വരുത്തുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് അതേ യൂസ് തന്നെയാണ്. അഥവാ നിങ്ങൾ രാവിലെ കാസറോളിലിട്ട് ചൂടുവെള്ളം ഒഴിച്ച് 2 മണിക്കൂർ പുലർത്തുന്നതിൻ്റെ അതേ യൂസേജിൽ തന്നെ നിങ്ങൾക്ക് ആ വേവിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ വേവാൻ ബുദ്ധിമുട്ടുള്ള കടലൊക്കെ ആണെങ്കിൽ തീർച്ചയായും ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇപ്പം ഈ കടല നല്ല പട്ടാണി പച്ച പച്ച കളറുള്ള കടല ആയാലും മതി കേട്ടോ. നിങ്ങൾക്കിത് പെട്ടെന്ന് വെന്ത് കിട്ടും. അടുത്ത ടിപ്പ് പറയുന്നത് കുക്കർ ഉപയോഗിക്കുന്നവർക്ക് സാധാരണ കിട്ടുന്നൊരു പ്രശ്നമാണ്. കുക്കറിൽ നമ്മൾ എന്ത് കറിയാക്കിയാലും എന്ത് തന്നെ വെച്ചിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഇത് ചോറായാലും പതച്ച് ഇതുപോലെ ഇവിടെ നന്നായി ചിന്തുന്ന അവസ്ഥ. അപ്പോൾ കുക്കർ വൃത്തികേടാവാൻ കുക്കർ കഴുകാനൊക്കെ നമുക്ക് മടിയുള്ളൊരു കാര്യമാണല്ലോ അല്ലേ. അപ്പോൾ അതിനുള്ളൊരു ടിപ്പാണ് കേട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ അതിനായി ആദ്യമുള്ളൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കുക്കറിൻ്റെ ഈ വാസറിൻ്റെ സൈഡാണ് കേട്ടോ. ഈ വാസറിൻ്റെ സൈഡിൽ ഒരല്പം വെളിച്ചെണ്ണ നിങ്ങളുടെ കൈകളിലാക്കിയതിന് ശേഷം നന്നായി ഒന്ന് ഇവിടെ ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ കുക്ക് ചെയ്യുന്നതിന് മുൻപ് ഈ വാസറിന് ചുറ്റും നിങ്ങളൊന്ന് വെളിച്ചെണ്ണയാക്കി തുടച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ കുക്കർ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പതച്ച് പൊന്തുകയില്ല. അതുമാത്രമല്ല മറ്റൊരു കാര്യം പറയുന്നത് കുക്കറിൻ്റെ ഈ ഭാഗങ്ങളിൽ കൂടി ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വളരെ അല്പം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കരുത്, ഡേഞ്ചറാണ്. കുറച്ച് വെളിച്ചെണ്ണ കൈമേൽ ഇറ്റിച്ചതിന് ശേഷം ഈ ഭാഗങ്ങളിലും ഒക്കെ തുടച്ച് കൊടുത്തതിന് ശേഷം ഇത് നിങ്ങൾക്ക് വിസിലിടാവുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പതച്ച് കുക്കറിൻ്റെ മൂട് കംപ്ലീറ്റ് ആ കറി ആവുന്നതിൽ നിന്ന് നിങ്ങൾക്കപ്പോൾ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പതച്ച് ചിന്തുന്നതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ കിട്ടും. അതുപോലെ തന്നെ മറ്റൊരു ടിപ്പാണ്, നമ്മൾ ചായക്ക് പ്രത്യേകിച്ച് പാൽ ചായക്കോ അല്ലെങ്കിൽ പാലൊക്കെ തിളപ്പിക്കുന്ന സമയത്ത് ജസ്റ്റ് നമ്മളെ കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇത് പതച്ച് പൊങ്ങിയിരിക്കും അല്ലേ. അതിനും നിങ്ങൾക്ക് ഇതുപോലെ ഒരു ടിപ്പ് ചെയ്യാം കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണ എന്നാണ് അതിനും വേണ്ടത്. ഒരല്പം വെളിച്ചെണ്ണ നിങ്ങളുടെ വിരലിലാക്കിയതിന് ശേഷം ഇതിൻ്റെ ഈ വക്ക് മുഴുവനായി നന്നായി ഒന്ന് കൈകൾ കൊണ്ട് വട്ടത്തിൽ ഇങ്ങനെ ആക്കി കൊടുക്കുക. അധികം താഴോട്ടാക്കേണ്ട, ഈ ഭാഗങ്ങളിൽ മാത്രം ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം നിങ്ങൾ തിളയ്ക്കാൻ വെക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പതച്ച് പുറത്തേക്ക് പോവില്ല കേട്ടോ. അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു മരത്തിൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് പതച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് തൂവിപ്പോവില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതുപോലെ ഒരു മരത്തിൻ്റെ കഷ്ണം വേണം കേട്ടോ. അപ്പം മരത്തിൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും.